വീട്ടുകാർ IAS-കാരിയാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ സിനിമയിൽ ഒറ്റയ്ക്ക് സാമ്രാജ്യം കെട്ടിപ്പടുത്ത സാന്ദ്ര തോമസ് ആണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. വെൽക്കം സാന്ദ്ര. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ സാന്ദ്രയെ കാണുമ്പോഴും അല്ല സാന്ദ്ര തോമസ് എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ ഭയങ്കര സ്ട്രബേൺ ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇച്ചിരി നേരം സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി അങ്ങനെയേ അല്ലാന്ന്. ശരിക്കും എന്താണ് സാന്ദ്ര തോമസ്? ഞാൻ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷമം വരുന്ന ഇമോഷണൽ ആയിട്ടുള്ള അങ്ങനെ ഒരാളാണ്. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൽ ഞാൻ ഭയങ്കര, എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും പ്ലസ് എന്ന് പറയുന്നത് അതാ. ഞാൻ ഭയങ്കര ക്വിക്കായിട്ട് ഡിസിഷൻ, അതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റിപ്പക്കഷൻ എന്താണെങ്കിലും അതിപ്പം ഞാനൊരു ഡിസിഷൻ എടുത്തു, അത് ഓക്കെ, അതിനി വരാൻ പോകുന്നത് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിലും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു, ഞാനിങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കില്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഒരു കാര്യത്തിന് ഒരു അനലൈസ് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി ഡിസിഷൻ എടുക്കും. അതാണ് എൻ്റെ, പിന്നെ അതിൻ്റെ വരും വരായികൾ പിന്നെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഈ ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങാണ്. ഇപ്പം സിനിമയിൽ അതായത് പ്രൊഡക്ഷൻ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു പാരമ്പര്യവും സിനിമയിലില്ല അല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് സിനിമയിലേക്ക് യാദൃശ്ചികമായിട്ട് വന്നതാണ്. അത് ഞാൻ ആദ്യം ചെയ്തിരുന്നത് മീഡിയ ബൈയിങ് പോലും ആദ്യം ആങ്കർ ആവാൻ വേണ്ടി ചാനലിൽ ചെന്നപ്പോൾ എനിക്കത് അവിടെ ചെന്ന് കഴിഞ്ഞ് എൻ്റെ ഓഡിഷനൊക്കെ എടുത്തു കഴിഞ്ഞ് അവർ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ നിന്നൊരു കോളിങ്, എനിക്കിതല്ല ചെയ്യണ്ടേ, എനിക്ക് ബിസിനസ് ചെയ്യണം, എനിക്കിതല്ല ചെയ്യേണ്ടതെന്നൊരു തോന്നൽ വന്നു. അങ്ങനെ അതിൽ നിന്നാണ് ഓക്കെ അന്ന് ചാനൽ അവിടെ തന്നെ സംസാരിച്ച് അവിടുന്ന് തന്നെ സ്ലോട്ട് എടുത്തു. അപ്പോൾ രാവിലത്തെ സ്ലോട്ട് എടുത്തു, അത് കൊണ്ടുപോയി മറിച്ച് വിറ്റു. അങ്ങനെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ ഇനി അടുത്ത സ്റ്റേജ് എന്താ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ സാജിദ് യഹിയ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെയ്തിരുന്നതൊക്കെ. അപ്പോൾ സാജിദിന് സിനിമ ഭയങ്കര പാഷനാണ്. സാജിദ് ശരിക്കും സിനിമാ ഭ്രാന്തനാണ്. അപ്പം ഞാൻ സിനിമയിൽ നിന്ന് എനിക്ക് സിനിമ, നല്ല സിനിമ, എല്ലാവരും നല്ല സിനിമയാന്ന് പറഞ്ഞാൽ പോയി കാണും, ചിരിക്കാനുള്ള പടമാണെങ്കിൽ പോവും, അങ്ങനെ വയലൻസ് ഒന്നും അത്ര ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ചിരിപ്പടമാണോ അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന പോലെ സിനിമേനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അനലൈസ് ചെയ്ത് പറയാനോ ഒന്നും അറിയത്തില്ല. നല്ല പടം അല്ല ചീത്തപ്പടം, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ നിന്ന് സിനിമ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഞാൻ സൂര്യ TV പോയ സമയത്ത് അന്ന് വിജയ് അവിടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുകയാണ് സൂര്യയുടെ. അപ്പം വിജയൻ എന്നോട് പറയുന്നുണ്ട്, ഈ സിനിമ അന്ന് ആൻ അഗസ്റ്റിന്റെ ഒരു പടം ഇറങ്ങിയിട്ടിരിക്കുകയായിരുന്നു, ലാൽ ജോസ് അല്ല അത് തന്നെ, ആൺകുട്ടി, എൽസമ്മ എന്ന ആൺകുട്ടിയും, പിന്നെ അതേപോലെ തന്നെ മറ്റേ മമ്മൂക്കയുടെ മറ്റേ തൃശ്ശൂരുള്ള സിനിമ പ്രാഞ്ചിയേട്ടൻ, ഈ 2 സിനിമയും ഇറങ്ങിയിട്ടിരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, എൽസമ്മ എന്ന ആൺകുട്ടി ഞങ്ങളുടെയാണ്, പ്രാഞ്ചിയേട്ടന് ഞങ്ങളുടെയാണ്. അപ്പം എൻ്റെ വിചാരം ഞങ്ങളുടെയാണെന്ന് പറയുമ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ. അപ്പം ഞാൻ പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത പുള്ളി എൻ്റെ പ്രൊഡ്യൂസർ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇരിക്കണേ. എനിക്കിതിൻ്റെ സാറ്റലൈറ്റ് എന്താ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈവൻ OTT പോലും ഈ അടുത്ത കാലത്ത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പടങ്ങൾ, ഇപ്പം ആടൊക്കെ വെറും 10 ലക്ഷം രൂപയ്ക്കാണ് ആടിൻ്റെ OTT കൊടുത്തത്. അറിയില്ലായിരുന്നു എന്താണ് OTT എന്നുള്ളത്, അറിയില്ലായിരുന്നു. അപ്പൊ ആടെത്തിയിട്ട് പോലും അറിയില്ലായിരുന്നു സാൻഡ്രയ്ക്കെന്നല്ല, ഇൻഡസ്ട്രിയിൽ ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ നമ്മള് വേറൊരു സ്ഥലത്ത് 10 ലക്ഷം രൂപയ്ക്കാണ്, നമുക്ക് വേറൊരു സ്ഥലം കൂടെ കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴാണ് OTT അങ്ങോട്ട് വലുതാവുന്നത്. അതുവരെ ആർക്കും അറിയില്ല OTT എന്താ സ്ഥലം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരുന്ന വെച്ചാൽ. അപ്പം സിനിമയെക്കുറിച്ച് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ യാദൃശ്ചികമായി സിനിമയെ വന്നു കഴിഞ്ഞപ്പം ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രിസിയേഷനും ആളുകളുടെ അംഗീകാരവും, അതൊക്കെ സ്നേഹം, ഇതൊക്കെ വേറെ ഒരു ഇൻഡസ്ട്രിയിലും കിട്ടില്ല. സത്യം. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് പിന്നെയും കിട്ടണം എന്ന് ആഗ്രഹം വരുമല്ലോ. ഓരോരുത്തർ കാണുമ്പം എന്നാ ഇനി അടുത്ത പടം എന്നാ, അല്ല ചേച്ചി ആടിൽ കണ്ടല്ലോ, ചേച്ചി ആമേനിൽ കൊള്ളാലോ, അത് കൊള്ളാലോ, ഇത് കൊള്ളാലോ എന്ന് പറയുമ്പം നമുക്കത് പിന്നെയും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെയാണ് വീണ്ടും സിനിമ കണ്ടിന്യൂ ചെയ്തത്. വേറെ ഞാനൊന്നും ചെയ്തിട്ടുമില്ല. ഇപ്പം സാന്ദ്രേനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമെന്ന് പറഞ്ഞപ്പം ആക്ച്വലി എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നു, അയ്യോ ആടില്ല, ആ ഡോഗുമായിട്ടായിരുന്നു, നല്ല രസമാണെന്ന്. അങ്ങനെ അപ്പം ഈ സാന്ദ്രയിലെ പ്രൊഡ്യൂസറിനൊപ്പം തന്നെ സാന്ദ്രയിലെ ഒരു അഭിനേത്രിയും
കൂടെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ ആമേനിൽ കണ്ടു പറഞ്ഞു അങ്ങനെയുള്ള. അപ്പം എന്തുകൊണ്ട് വീണ്ടും ഈ പ്രൊഡക്ഷൻ്റെ ഒപ്പം തന്നെ അഭിനയം കണ്ടിന്യൂ ചെയ്യുന്നില്ല സാന്ദ്ര? അത് എനിക്ക് പ്രൊഡക്ഷനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അഭിനയിക്കാൻ അങ്ങനെ എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടുമില്ല ശരിക്കും. അങ്ങനെ അധികം പേരൊന്നും എന്നെ സിനിമ അഭിനയിക്കാൻ വിളിച്ചു. പിന്നെ എല്ലാവർക്കും എൻ്റെ ആറ്റിറ്റ്യൂഡ് അറിയാവുന്നത് കൊണ്ടായിരിക്കും. എല്ലാവരും പറയാറുണ്ട്, ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂസിലും പറയാറുണ്ട് എനിക്ക് പ്രൊഡക്ഷനാണ് ഇഷ്ടം, എനിക്ക് അഭിനയത്തേക്കാൾ കൂടുതൽ പ്രൊഡക്ഷനാണ് ഇഷ്ടം. പിന്നെ ഫസ്റ്റ് അഭിനയിച്ചേക്കുന്ന ആമേനിലാണ്. അത് ലിജോ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു. പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ആമേനിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും സക്രിയയുടെ ഗർഭിണികൾ അത് എൻ്റെ തന്നെ പടം, ആട് എൻ്റെ തന്നെ പടം. അപ്പോൾ ഇതൊക്കെ കാശ് ലാഭിക്കാൻ അഭിനയിച്ചേക്കുന്ന പടങ്ങളാണ്. പിന്നെ അതല്ലാതെ പിശിക്കുകയാണ്. പിശിക്കൊന്നുമല്ല, പക്ഷെ ഞാൻ അങ്ങനെ പിശിക്കുകയുമല്ല, അങ്ങനെ ഭയങ്കരമായിട്ട് സ്പെൻഡ് ത്രിഫ്റ്റും അല്ല. ഞാൻ ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിനൊക്കെ ചെലവാക്കും എന്നുള്ളതല്ലാതെ ഓവറായിട്ട്. ഇപ്പം സിനിമയിൽ ഉള്ള ആളുകളെ ഈ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും എന്ന് പറയുമല്ലോ, എനിക്ക് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഇപ്പൊ ഈ ഡ്രസ്സിന് തന്നെ മമ്മിയുടെ ഡ്രസ്സാണ്. എല്ലാം ഓരോ ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ എല്ലാത്തിനും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച ഡ്രസ്സുകളാണ് ഇടുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ഇന്ന ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുങ്ങി നടക്കണം, ഇന്ന സാധനം വേണം, അങ്ങനെയൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകണം, അവരുമായിട്ടുള്ള ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുവേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോവുക, അത് ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാക്കും, നമുക്ക് മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ടാക്കും.